ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വദ്വിതയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് നിങ്ങൾ എങ്ങനെ സ്വയം ഒരു അസസ്മെന്റ് നടത്തണം, നിങ്ങളുടെ പേഴ്സണാലിറ്റി, സ്കിൽ, ഇൻട്രസ്റ്റ് ഇവയെല്ലാം എങ്ങനെ കണ്ടെത്തണം എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോയിൽ ഇവയെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ എങ്ങനെ കണ്ടെത്താം എന്നതിനെ പറ്റിയും ഒരു കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റിയും ആണ് പറയുന്നത്. എങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കരിയർ തിരഞ്ഞെടുക്കാം? ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ലിസ്റ്റ് ഡൗൺ ദി പോസിബിൾ കരിയർ ഓപ്ഷൻസ്. അതായത് നിങ്ങൾക്ക് ആരായി തീരാനാണ് ഇഷ്ടം? പലരുടെയും ഉത്തരം ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ, വക്കീൽ, ഗവൺമെന്റ് സർവീസിലെ ഉദ്യോഗസ്ഥർ ഇവയെല്ലാം ആയിരിക്കും അല്ലേ? അതായത് നിങ്ങൾക്കറിയാവുന്ന ഒരു 10ഓ 20ഓ ജോലികൾ ഉണ്ടാകും. എന്നാൽ ഇന്ത്യയിൽ ഏകദേശം 400ഓളം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും സ്കില്ലും ഇൻട്രസ്റ്റും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നോക്കി നിങ്ങൾക്ക് സാധ്യമായ എല്ലാ തൊഴിൽ മേഖലകളും ഒരു പേപ്പറിൽ എഴുതുക. ഇതിനായി നിങ്ങൾക്ക് അറിയാവുന്നവരുടെ ഉപദേശം തേടാം, വെബ്സൈറ്റുകൾ നോക്കാം, ഇവയെല്ലാം ചെയ്യാവുന്നതാണ്. ഇതിനായി ആദ്യമായി നിങ്ങൾ ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ് എന്ന് മനസ്സിലാക്കണം. അതായത് നിങ്ങളൊരു ഇൻട്രോവേർട്ട്, ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് മേഖലയിൽ ജോലി നേടി പടിപടിയായി ഉയർന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് പഠിക്കണം. അതായത് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫിനാൻസും ഒരു ഓപ്ഷനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ്, അതായത് മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ തൊഴിൽ മേഖലകളെല്ലാം ഒരു കടലാസിൽ എഴുതി വയ്ക്കുക. ഇപ്രകാരം എഴുതിയ ലിസ്റ്റിലുള്ള ഓരോ കരിയറിനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. വിവിധ ജോബ് സൈറ്റുകളിൽ നിന്നും മറ്റും ആ കരിയറിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകളെ പറ്റിയും അതിന് ലഭിക്കാവുന്ന സാലറി, ജോലി സമയം, ആ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ ഭാവി സാധ്യതകൾ, വർക്ക് ലൈഫ് ബാലൻസ് സാധ്യമാകുമോ, ഇവയെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല നിങ്ങൾ നിങ്ങളുടെ ഹോബി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയ കരിയർ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ വോളണ്ടിയർ ആയി അത് ചെയ്തു നോക്കാം. ഇപ്രകാരം ചെയ്യുന്നത് വഴി ആ ജോലി നിങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് സ്വയം മനസ്സിലാക്കാം. അടുത്ത സ്റ്റെപ്പാണ് ഷോർട്ട് ലിസ്റ്റ് കരിയേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ കരിയറിനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും അല്ലേ? ഇതിൽ നിന്നും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജോലികൾ ഒഴിവാക്കുകയാണ് ആദ്യപടി. ഉദാഹരണമായി നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ജോലികൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലെങ്കിൽ യാത്ര കൂടുതൽ വേണ്ട ജോലികൾ താല്പര്യമില്ലെങ്കിൽ അവയും നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇപ്രകാരം ഒഴിവാക്കി നിങ്ങളുടെ ലിസ്റ്റിൽ പരമാവധി നിങ്ങൾക്കിഷ്ടപ്പെട്ട 5 കരിയർ ഓപ്ഷൻസ് എത്തും വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അടുത്ത സ്റ്റെപ്പാണ് ഇന്റർവ്യൂ പ്രൊഫഷണൽസ്. ഇപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ വളരെ കുറച്ച് കരിയർ ഓപ്ഷൻസ് മാത്രമാണുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തായി മനസ്സിലാക്കുക എന്നതാണ് അടുത്ത പടി. ഉദാഹരണത്തിന് ഈ തൊഴിൽ ചെയ്യുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ആരോടെങ്കിലുമോ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാവുന്നതാണ്. ആ ജോലി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്രകാരം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കറക്റ്റായ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളൊരു സ്ട്രീം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ കോഴ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബാച്ചിലർ കോഴ്സ്, അതായത് ഡിഗ്രി നിങ്ങൾക്ക് എവിടെ പോയി പഠിക്കാൻ പറ്റും, അത് ഏത് കോളേജിലെല്ലാം അവൈലബിൾ ആണ്, അതിൻ്റെ മാസ്റ്റർ കോഴ്സ് ഏത് കോളേജിലെല്ലാം അവൈലബിൾ ആണ്, അവിടെ നിങ്ങൾക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ, ആ കോഴ്സിൻ്റെ ഫീസ് എത്ര, ഇവയെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. അതുപോലെ ഡിഗ്രി വിദ്യാർത്ഥികളാണെങ്കിൽ ആ കോഴ്സുമായി ബന്ധപ്പെട്ട മാസ്റ്റർ ഡിഗ്രി നിങ്ങൾക്ക് എവിടെ പോയി ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫീസ് എത്രയാണ്, അത് അവിടെ പോയി പഠിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകുമോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുവാൻ. ഇപ്രകാരം ഒരു 2 അല്ലെങ്കിൽ 5 വർഷം വരെയുള്ള പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. അടുത്ത സ്റ്റെപ്പാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. നിങ്ങൾ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനോ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. അതായത് ആ ജോലി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ഈ ജോലിക്ക് സ്ഥിരതയുണ്ടോ, ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ നേടിയെടുക്കുന്ന കഴിവുകൾക്ക് ഭാവിയിലും സാധ്യതയുണ്ടാകുമോ, ഈ കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം പണം മുടക്കണം, എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുകയാണെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ തക്ക ശമ്പളമുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുമോ,
ഈ ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ ഉത്തരം തരാൻ കഴിയുന്ന കരിയറാണ് നിങ്ങളുടെ ലിസ്റ്റിലുള്ളതെങ്കിൽ അതാണ് നിങ്ങളുടെ ഐഡിയൽ കരിയർ. ഇപ്പോഴും നിങ്ങൾക്ക് ഏത് കരിയർ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ സ്കിൽസ് എന്താണ് എന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ അപഗ്രഥിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത ഭാവി സുരക്ഷിതമാക്കി തരുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ കരിയർ സെലക്ട് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുവാൻ സ്വധിത എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വരുത്തിക്കൂടാത്ത ചില തെറ്റുകളെ പറ്റിയായിരിക്കും പറയുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദയവായി എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്